ഇനി കേരളത്തിൽ നിന്നും നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ വലിയ മഴ പെയ്ത്തുണ്ട്, ദുരിതപ്പെയ്ത്ത് തന്നെ പറയാം. ഉത്തരേന്ത്യയിലാകെ നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ താഴ്ന്ന മേഖലകൾ വെള്ളത്തിനടിയിലാവുന്ന സാഹചര്യം അവിടെയുണ്ട്. ജമ്മു കശ്മീരിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരണം 41 ഉയർന്നു. മഴക്കെടുതി ബാധിച്ച പഞ്ചാബിൽ വ്യോമസേന രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. ചണ്ഡീഗഡ് മണാലി ഹൈവേ അടച്ചു. വിനീത വി ജി ഡൽഹിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. വിനീത, ഉത്തരേന്ത്യയിലാകെ തന്നെ ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യം, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജമ്മു കശ്മീർ, പഞ്ചാബ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ, അതുമാത്രമല്ല വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. നിലവിലെ സാഹചര്യം എന്താണ്? പ്രജിൻ, കഴിഞ്ഞ 3 ദിവസമായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. ജമ്മു കാശ്മീരിൽ മിന്നൽ പ്രളയവും ഒപ്പം തന്നെ മണ്ണിടിച്ചിലും ഉണ്ടായത് അവിടെ വലിയ ഒരു നാശനഷ്ടത്തിലേക്കടക്കം കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. മരണസംഖ്യ 41 ഉയർന്നിട്ടുണ്ട് ജമ്മു കാശ്മീരിൽ. ഒപ്പം തന്നെ അനന്തനാഗ്, ധോഡ ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ ഈ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായ ഒരു അവസ്ഥയുണ്ട്. ഏതാണ്ട് 35ഓളം വീടുകൾക്കാണ് കേടുപാടുകൾ ഉണ്ടായത്. നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഈ ഭാഗങ്ങളിലുള്ള ആളുകളെയൊക്കെ തന്നെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുകയാണ്. പഞ്ചാബിലും മഴക്കെടുതി അതിരൂക്ഷമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഒരു മേഖലയെ പൂർണ്ണമായും ഇങ്ങനെ വെള്ളം നിറഞ്ഞ് മൂടുന്ന ഒരു സാഹചര്യം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊക്കെ തന്നെ കാണുമ്പോൾ ഒരു മേഖല പൂർണ്ണമായും വെള്ളത്തിനടിയിലേക്കായി പോകുന്ന സാഹചര്യം തന്നെയാണുള്ളത്. ഫിറോസ്പൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ അതിരൂക്ഷമായിട്ടുള്ള ദുരിത പെയ്ത്ത് തന്നെയാണ് ഇത്തവണ ഈ 3 ദിവസം മഴ ശക്തമായപ്പോൾ ഉണ്ടായത്. ഇപ്പോൾ ആ മേഖലകളിൽ പഞ്ചാബിലേക്ക് അടക്കമുള്ള വിവിധ മേഖലകളിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. വ്യോമസേന അവിടെ കൂടുതൽ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇപ്പോൾ 27 പേരെ സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് ചുറ്റും ഇങ്ങനെ വെള്ളമായി മൂടിക്കിടക്കുന്ന ഒരു മേഖല, അതിൻ്റെ ഒരു ചെറിയ വശത്ത് നിൽക്കുന്ന കുറച്ചധികം ആളുകൾ, ഇവരെ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് അവിടെ നിന്ന് സുരക്ഷിതമായിട്ടുള്ള ഇടങ്ങളിലേക്ക് മാറ്റുന്ന അടക്കമുള്ള ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ വ്യോമസേന തന്നെ പങ്കുവച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഈ മേഖലകളിൽ ജമ്മു കാശ്മീരിലും ഒപ്പം തന്നെ പഞ്ചാബിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ന് പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു ജമ്മു കാശ്മീരിൽ. നിലവിലെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സ്കൂളുകൾക്കുമൊക്കെ ഇന്നും അവധി നൽകിയിരിക്കുകയാണ്. ഈ ഇന്നത്തെ പരീക്ഷകളൊക്കെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട്. ഹിമാചലിലേക്ക് വരുമ്പോൾ ഹിമാചൽ പ്രദേശിലും ശക്തമായിട്ടുള്ള മഴക്കെടുതി തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ ഈ ദേശീയപാതയുടെ ഒരു ഭാഗം പൂർണ്ണമായും ഇങ്ങനെ ഇടിഞ്ഞു താഴ്ന്നു പോകുന്ന ഒരു ഘട്ടമുണ്ട്. ഒപ്പം തന്നെ മണാലി റോഡ് ഇപ്പോഴും അടച്ചിട്ടിരിക്കുകയാണ്. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.